പ്രിയമുള്ളവരെ, ഈ വരുന്ന 19-ാം തീയതി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. വായനാ ദിനമായി നമ്മൾ ആഘോഷിക്കുകയാണ്. റേഡിയോ നെയ്തൽ എല്ലാ വായനാ ദിനങ്ങളിലും ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ പ്രവർത്തിക്കുന്ന വായനശാലകളെക്കുറിച്ചും ലൈബ്രറികളെക്കുറിച്ചും പഠിക്കുകയും അവിടെ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം റേഡിയോയിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ അവർ ലൈബ്രറിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുത്തെ ലൈബ്രറിയനും ഈ ലൈബ്രറിയുടെ നടത്തിപ്പിൻ്റെ സെക്രട്ടറിയും നമ്മളോടൊപ്പം ഇവിടെ സന്നിഹിതരാണ്. നമുക്ക് സാവധാനം ഓരോരോ കാര്യവും ചോദിച്ചറിയാം. ബഹുമാന്യനായ ഈ അവർ ലൈബ്രറിയുടെ സെക്രട്ടറി, അങ്ങയുടെ പേര് ഒന്ന് പറയാം? എന്റെ പേര് ബിജു എന്നാണ്. ബിജു എന്ന് എന്റെ പേര്. അത് ശരി. എത്ര കാലമായി സെക്രട്ടറിയാണ്? ഞാനിപ്പോൾ നമ്മള് 3 വർഷം കൂടുമ്പോഴാണ് ഇതിന്റെ കാലാവധി. ഞാനിപ്പോ 2ാം ടേണില് 3ാമത്തെ കഴിഞ്ഞു. ഈ വർഷം ഞങ്ങളുടെ പുതിയ ഭരണസമിതി തെരഞ്ഞെടുക്കുകയാണ്. ഇലക്ഷൻ വേണ്ടി വന്നാൽ അങ്ങനെ ചെയ്യും. ഇപ്പൊ നമുക്ക് മെമ്പർമാർ ഒരുപാടുണ്ട്. ആ മെമ്പർമാര് വന്ന് നമ്മുടെ ചിലപ്പോൾ ഒരു പാനലായിട്ട് അത് പാസ്സായി പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇലക്ഷൻ ഇലക്ഷൻ നടന്നിട്ടില്ല. പാനലാണ് ഇപ്പോഴും നമ്മൾ പാസ്സായി ഓരോ ഭരണസമിതി തെരഞ്ഞെടുക്കുന്നത്. ഒരു സെക്രട്ടറി എന്ന നിലയിൽ കുറെ കാലമായില്ലേ പ്രവർത്തിക്കുന്നത്? ഞാനിപ്പോ കുറെ കാലമായി സെക്രട്ടറി എന്ന നിലയിൽ. അതിற்கு മുന്നേ നമ്മള് എക്സിക്യൂട്ടീവ് അംഗമായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനൊരു 10-20 വർഷമായിട്ട് നമ്മള് വായനശാലയായിട്ട് പ്രവർത്തിച്ചിരിക്കുകയാണ്. സെക്രട്ടറി ആയിട്ട് ഒരു 6-ാമത്തെ വർഷം കൂടിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഈ ഇതൊരു സേവനമാണല്ലോ. ഇതൊരു സേവനം കാര്യമായിട്ട് നമുക്ക് ഒന്നും കിട്ടിയൊന്നുമില്ല, പക്ഷെ ഇതൊരു സംതൃപ്തി നൽകുന്ന ഒരു പ്രവർത്തനമല്ലേ? ഉണ്ട്. നമുക്ക് വളരെയേറെ സംതൃപ്തിയാണ്. നമ്മുടെ ഈ ഗ്രന്ഥശാല ഈ നാട്ടിൻപുറത്ത് നമ്മൾ ഏറ്റവും വലിയൊരു ഗ്രന്ഥശാലയാണ് നമ്മുടെ ഈ അവർ ലൈബ്രറി എന്ന് പറയുന്നത്. എ ഗ്രേഡ് ലൈബ്രറിയാണ്. നമുക്ക് എ ഗ്രേഡ് ലൈബ്രറിയാണ്. ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലൈബ്രറിയാണ് നമ്മുടെ ഈ എ ഗ്രേഡ് വായനശാല എല്ലാം കൂടി ഉള്ളത്. ലൈബ്രറിയനാണ് അല്ലേ? പേരൊന്ന് പറയാമോ? അനിമോൾ. ഇവിടെ തന്നെയാണോ വീട്? ഇവിടെ അടുത്താണ് വീട്. സാറിന്റെ വീട് ഇവിടെ തന്നെയാണ്. ഇതൊരു കടൽ തീര ഗ്രാമമല്ലേ? എനിക്ക് ആദ്യമേ അറിയാനുള്ള ഒരു പ്രത്യേകമായ ഒരു ശുഷ്കാന്തി, ഈ മീൻപിടുത്തക്കാര് ഇവിടെ വന്ന് പുസ്തകങ്ങൾ എടുക്കാറുണ്ട്. ഇവിടെ മീൻപിടുത്തക്കാരില്ല. മീൻപിടുത്തക്കാരുടെ മക്കളും കുറച്ചുപേര് പ്രായമായിട്ടുള്ളവരൊക്കെ വരുന്നുണ്ട്. മീൻപിടുത്തക്കാർ അതൊരു പ്രത്യേകതയാണ്. അവരിവിടെ വന്ന് വായിക്കുന്നുണ്ട് എങ്കിൽ അതൊരു സവിശേഷതയാണ്. കാരണം അവർക്ക് വേണ്ടിയാണല്ലോ ഇത് ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വായനശാല സെറ്റപ്പ് ചെയ്യുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിവിടെ ഒരു പ്രത്യേക വിഷയം ചർച്ച ചെയ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്നിട്ടുണ്ട്. അന്ന് ഒരുപാട് ആളുണ്ടായിരുന്നു. ആ ഒരു ദിവസം ഇവിടെ കുറെ പേരുണ്ടായിരുന്നു. രാത്രിയായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയി തോന്നുന്നു തുടങ്ങിയപ്പോൾ. അങ്ങനെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലായിരിക്കും. ഏതോ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് വന്നിട്ടുള്ളത്. അന്നേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, ഇത് ഇത്രയേറെ ആളുകളെ ആകർഷിക്കുകയും അവർക്ക് സജീവമായി പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു ലൈബ്രറി ആണല്ലോ എന്ന് കരുതിയിരുന്നു. ഏകദേശം നമുക്ക് എത്ര പുസ്തകങ്ങൾ ഈ ലൈബ്രറിയിൽ ഉണ്ടാകും? നമുക്ക് ഏകദേശം ഒരു 13,000 പുസ്തകം നമ്മളുടെ ഇവിടെ ഈ ഗ്രന്ഥശാലയിൽ ലൈബ്രറിയിലുണ്ട്. നോവലായാലും എല്ലാ കവിത, കഥ, ഇംഗ്ലീഷ് മലയാളം എല്ലാം ഉണ്ട്. ഹിന്ദി ഉണ്ടോ? ഹിന്ദി ഉണ്ട്. ഓക്കെ. ഈ പുസ്തകങ്ങൾ ആളുകൾക്ക് വീടുകളിൽ വെച്ച് കൊണ്ടുപോയി വായിക്കാൻ കൊടുത്തുവിടുവോ? പിന്നെ നമ്മൾ കൊടുത്തുവിടും. നമ്മള് ഒരു ദിവസം നമുക്കൊരു നമ്മുടെ ലൈബ്രറിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ 4 മണി തൊട്ട് വൈകുന്നേരം 7:30 വരെയാണ് നമ്മുടെ ലൈബ്രറി പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളും അല്ലാതെ ഈ പറഞ്ഞ പോലെ കടൽ തീരത്തുള്ള ആളുകളും എല്ലാം നമ്മുടെ നാട്ടിൻ പ്രദേശത്തുള്ള എല്ലാവരും ഒരുപാട് ദൂരത്തു നിന്ന് വരെ നമുക്ക് നമ്മുടെ ഈ പുസ്തകം എടുക്കാനായിട്ട് ആൾ ഒരുപാട് വരും. അതായത് നമ്മൾ ഇപ്പൊ ഇന്ന് പുസ്തകം എടുത്ത് രജിസ്റ്റർ ഒക്കെ ഉണ്ട്. 2 ബുക്ക് നമ്മൾ വിതരണം ചെയ്യുന്നത്. അത് 2 ബുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വായിച്ചിട്ട് തിരിച്ച് കൊണ്ടുവന്ന് പിന്നെയും അവർ പുതിയ പുസ്തകം എടുത്തോണ്ട് പോകും. അങ്ങനെ തിരിച്ചു കൊണ്ടുവരുമ്പോ അടുത്ത ബുക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ ഓരോ ആൾക്കാർ വന്ന് ബുക്ക് എടുത്തോണ്ട് പോകുന്നത്.
അങ്ങനെ ഒരുപാട് ഒരു ദിവസം ഒരു 10-20 പേരെങ്കിലും നമ്മുടെ ലൈബ്രറിയിൽ വരുന്നുണ്ട്. പുതിയ പുതിയ മെമ്പർഷിപ്പുകൾ, കുട്ടികൾ ഒരുപാട് മെമ്പർഷിപ്പുകൾ വരുന്നുണ്ട്. സ്കൂള് പുതിയ മെമ്പർഷിപ്പ് പുതിയ നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ താഴെ കണ്ടു അതൊരു വായനശാല പോലെയാണ്. അത് റീഡിംഗ് റൂം. അതിനകത്ത് നമ്മള് പത്രങ്ങള് 9 പത്രങ്ങള്, മാഗസിന്, അങ്ങനെ എല്ലാ കാര്യങ്ങളും രാവിലെ 7 മണി തൊട്ട് ഒരുപാട് ആൾക്കാർ പത്രം വായിക്കാനൊക്കെ വരും. വൈകുന്നേരം വരെ നമുക്ക് നല്ല റീഡിങ്ങിന് നല്ല ആളാണ്. ഉച്ച സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് റീഡിംഗ് ഉണ്ടാവും. വൈകുന്നേരം ചർച്ചകളൊക്കെ വെക്കുമല്ലേ? ഞങ്ങള് എല്ലാ മാസവും പുസ്തക ചർച്ച, നമ്മള് ഓരോ പുസ്തകം എഴുതിയ ആൾക്കാരെ കൊണ്ട് ചർച്ചകൾ വെക്കും. നമ്മൾ ഒരുപാട് ആൾക്കാർ, വെന്നിയാമ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ എഴുത്തുകാർ വന്നാണ് ചർച്ച ചെയ്യുന്നത്. അതെ, നല്ല കാര്യമാണ്. കഴിഞ്ഞ ദിവസം ബോബി ജോസ് അച്ഛൻ ബോബി ജോസ് അച്ഛന്റെ ഒരു പുസ്തകം നമ്മള് ചർച്ച ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ വീടും അടുത്താണല്ലോ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഹരീഷ് എല്ലാരും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഏകദേശം ഒരു 10-12 പേരടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ KR മീര, അങ്ങനെ ഒരുപാട് KR മീരയൊക്കെ ഒരുപാട് അങ്ങനെ ആൾക്കാർ ഇവിടെ പ്രസിഡന്റ് ഉണ്ട്. പ്രസിഡന്റ് നമ്മുടെ KV സേവർ സാറിനെ, ഫാദറിനെ വിളിച്ചതാണ് പ്രസിഡന്റ്. പിന്നെ വൈസ് പ്രസിഡന്റ്, ജോയിന്റ് സെക്രട്ടറി, പിന്നെ ഒരു 7 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പിന്നെ ഒരു ലൈബ്രറി, പിന്നെ ജില്ലാ താലൂക്ക് ലൈബ്രറി കൗൺസിലുമായി ബന്ധപ്പെട്ട് 2 പേര് കൗൺസിൽ അംഗങ്ങൾ കൂടി ഉണ്ട്. അങ്ങനെ നിങ്ങള് പുസ്തകങ്ങള് എല്ലാ വർഷവും കൂടുതലായിട്ട് വാങ്ങിച്ച് ഇതിനോട് ചേർക്കാറുണ്ടോ? എങ്ങനെയാണ്? നമുക്ക് ഇതിന് A ഗ്രേഡ് ലൈബ്രറിയാ. നമുക്ക് ഇതിന് ഗ്രാന്റ് കിട്ടും. നമുക്ക് 32,000 രൂപ നമുക്ക് ഗ്രാന്റ് കിട്ടും. 2 പ്രാവശ്യം, വർഷത്തിൽ 2 പ്രാവശ്യമായിട്ട് നമുക്ക് കിട്ടും. അതിനകത്ത് നമുക്ക് 75% ബുക്ക് വാങ്ങിക്കണം. ബാക്കി 25% നമ്മളുടെ ബാക്കി ഫർണിച്ചർ, എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് അതിന് ചെയ്യാം. ആ 75% കൃത്യമായിട്ടും ബുക്ക് നമ്മൾ എടുക്കണം. അങ്ങനെ 2 പ്രാവശ്യത്തെ കഴിഞ്ഞ മാസം വരെ നമ്മുടെ പുസ്തക മേള നമ്മൾ ഗ്രാന്റ് കിട്ടി. ഒരു 75% ബുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി 20% നമ്മൾ മറ്റു പറഞ്ഞ പോലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഗ്രാന്റ് തന്ന ലൈബ്രറി കൗൺസിലാണ്. അത് കൃത്യമായിട്ട് നമ്മൾ അതിന്റെ കണക്കും ബില്ല് കാര്യങ്ങളെല്ലാം എല്ലാ മാസവും വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് ലൈബ്രറി കൗൺസിലിൽ നിന്ന് നമുക്ക് അവര് ഗ്രേഡേഷൻ ഉണ്ടാകും. അവര് വന്ന് എല്ലാ രേഖകളും പരിശോധിക്കും. അങ്ങനെയുള്ള പിന്നെ എല്ലാം നമുക്ക് അതുപോലെ തന്നെ ബാലവേദി ഗ്രാന്റ് കിട്ടുന്നുണ്ട്. ബാലവേദി ഉണ്ട്, വനിതാ വേദി ഉണ്ട്, വയോജന വയോജന വേദി ഉണ്ട്. അങ്ങനെ എല്ലാ, പിന്നെ നമ്മുടെ പ്രതിഭാതീരം ത്തിന്റെ ഒരു കേന്ദ്ര ഓഫീസായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. മേളിലതിന്റെ കേന്ദ്ര ഓഫീസായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ വേറെ നമ്മുടെ ജോയി സെബാസ്റ്റ്യന്റെ ഇതില് സ്കിൽ ഡെവലപ്മെന്റിന്റെ കുറച്ച് ടെക്നീഷ്യയുടെ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. മേളിലെ സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതിന്റെ മേളിലാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ. സാറാണ് എനിക്ക് സേവ്യർ സാറിന്റെ നമ്പർ തന്നത്. ജോയി സെബാസ്റ്റ്യൻ സാറാണ് എന്നെ നേരത്തെ മുമ്പ് ഇവിടെ വരാനായിട്ട് സാറാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. സാറിന്റെ ഒരു നല്ല കാര്യമാണ്. ഞാൻ ചോദിക്കുന്ന ഈ പുസ്തകങ്ങൾ വായിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നു. ആളുകൾ ഇവിടെ വരുന്നു, പുസ്തകങ്ങൾ എടുക്കുന്നു, സെമിനാറുകളും ക്ലാസ്സുകളും ചർച്ചകളും ഒക്കെ നടക്കുന്നു. നിങ്ങളുടെ ഒരു ഒബ്സർവേഷനില് നാട്ടിൽ എന്തെങ്കിലും സാംസ്കാരിക മാറ്റം വരുത്താൻ ഈ ലൈബ്രറിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നാട്ടിൻ പുറത്തും വന്നിട്ടുണ്ട്. PSCയുടെ കോച്ചിങ് ക്ലാസ് നമുക്ക് നടക്കുന്നുണ്ട്. ഒരുപാട് നമ്മുടെ പ്രവർത്തകരായിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപാട് ജോലി നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടി പോയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ആൾക്കാർ നമുക്ക് പിന്നെ എല്ലാവരും ജോലി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എത്ര പ്രവർത്തകരാണ് പോലീസിലും, അങ്ങനെ തന്നെ ഫയർഫോഴ്സ്, പോലീസ്, ഫയർഫോഴ്സ്, PSC കോച്ചിങ് ഉണ്ട്. മാത്രമേ PSCക്ക് വാസ്തവത്തിൽ കോച്ചിങ് ആവശ്യമില്ല. ശരിക്കും അവരിവിടെ ഇരുന്ന് പഠിച്ചാൽ മതി, കമ്പൈൻ സ്റ്റഡിക്ക് അവസരം കൊടുത്താൽ മതി. അത് മതി. മാത്രമല്ല ഞാൻ താഴെ കണ്ടു തൊഴിൽ വാർത്ത എല്ലാം ഉണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോ കുറെ പിള്ളേര് സെറ്റ് ഇവിടെ വന്ന് മറ്റേ തൊഴിൽ വീതിയും അങ്ങനെ കുറെ കാര്യം അവിടെ എല്ലാരും കൂടി അവിടെ ചർച്ച ചെയ്ത് പഠിക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ. അതാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരു സാംസ്കാരിക മാറ്റം ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതുവഴി ഉണ്ടായിട്ടുണ്ടാകണം. തീർച്ചയായും ഇത്രയും വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പൊ അതിന്റെ ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ പുസ്തകങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, ആളുകൾ പുതിയതായിട്ട് മെമ്പർഷിപ്പ് വരുന്നുണ്ട്. കാലാകാലങ്ങളിൽ ഇലക്ഷൻ ഉണ്ട്.
മൂന്ന് വർഷം കൂടുമ്പോൾ നമ്മുടെ ഭരണസമിതി മാറും. അത് നമ്മള് ഇലക്ഷൻ എല്ലാവരും പാനലായിരിക്കും. പിന്നെ പ്രത്യേകം ലൈബ്രറി കൗൺസിലിന്റെ പ്രത്യേക നിർദ്ദേശമാണ്. അവിടുന്ന് നമുക്ക് പിന്നെ നിർദ്ദേശമുണ്ട്. അവിടുന്ന് ആള് വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവരാണ് അതിന്റെ ആളെയൊക്കെ വിടുകയും കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഒരു മെമ്പർഷിപ്പ് എടുക്കണം, എന്ത് ചെയ്യണം? എടുക്കാം. ഫാദർ ഇവിടെ വന്ന് പിന്നെ ലൈബ്രറി ഉണ്ട്, അതിന്റെ ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ആയി പുസ്തകം എടുക്കാം. ചരിത്രപരമായ പുസ്തകങ്ങളൊക്കെ ഉണ്ടാവുമോ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ ബുക്കുകളും നമ്മള് നമ്മുടെ ഈ ഗ്രാന്റ് കിട്ടുന്ന നമ്മള് പിന്നെ പുസ്തകമേളയുണ്ട്. ആ പുസ്തകമേളയിൽ നമ്മൾ എല്ലാ ബുക്കും എടുക്കിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വായനാ മത്സരമൊക്കെ നടക്കും. വായനാ മത്സരവുമായി ബന്ധപ്പെട്ട് കുറെ അതിനൊരു 10,000-3000 രൂപയുടെ ബുക്ക് പ്രത്യേകമുണ്ട്. അത് നമ്മള് പിന്നെ UP ഹൈസ്കൂൾ വിഭാഗത്തിലുള്ളവരുടെയൊക്കെ വായനാ മത്സരമുണ്ട്. അത് നമ്മൾ ഇവിടെ നടത്തി വിജയിച്ചവരെ താലൂക്കിൽ വിടും, താലൂക്കിൽ നിന്ന് വിജയിച്ചവരെ ജില്ലയിൽ വിടും. അങ്ങനെ ലൈബ്രറി കൗൺസിലിന്റെ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ലൈബ്രറി അല്ലെങ്കിൽ ഈ വായനശാല തുടങ്ങിയതിന് ശേഷം നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു എഴുത്തുകാരൻ വളർന്നിട്ടുണ്ടോ? ഉണ്ട്. എഴുത്തുകാര് ഉണ്ട്. അഖിൽ P. ധർമ്മജൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ 2018 റാം കെയർ ഓഫ് ആനന്ദി, അതൊക്കെ നമ്മുടെ ഈ നാട്ടുകാരനാണ്. പിന്നെ ബന്ധപ്പെട്ട അടുത്താണ്, അപ്പുറമാണ് വീട്. നമ്മുടെ വേറെ ഒരു മരിച്ചുപോയി നമ്മുടെ CF ജോസഫ് ഒക്കെ, CF ജോസഫ് വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു ഇവിടെ പ്രവർത്തിച്ചാണ്. പുള്ളി നാടകത്തിന്റെ കാര്യങ്ങളും പുള്ളി മരിച്ചുപോയി. എല്ലാ പ്രവർത്തകരും ഒരുപാട് മികവുറ്റ പ്രവർത്തകർ ഇതിനകത്ത് വളർന്നിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും ചിലപ്പം, ഈ നമ്മുടെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഇപ്പോൾ ഈ സാംസ്കാരിക അതുപോലെ എഴുത്ത് പരിശീലന കളരികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ അവധി ദിവസങ്ങളിലൊക്കെ 2-3 ദിവസം കുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഒരു കഥ എഴുതുന്നത്, എങ്ങനെയാണ് കവിത എഴുതുന്നത്, ഇതൊന്നും പഠിപ്പിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ കൊടുത്താൽ ആരെങ്കിലും ഒരാളൊക്കെ എഴുതി തുടങ്ങുമായിരിക്കും. അങ്ങനെ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ നമ്മളൊരു ബാലവേദിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരാളെ നമ്മളെ വിളിച്ച് അതിന്റെ കാര്യം ക്ലാസ്സൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. വായിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട്, ആസ്വാദനക്കുറിപ്പ് എഴുതാൻ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കുട്ടികൾ ഒരുപാട് വരും. പ്രസംഗ പരിശീലനമൊക്കെ നടത്താം. നമ്മള് വായനാ മത്സരവുമായി ബന്ധപ്പെട്ട് പ്രസംഗ മത്സരം അങ്ങനെയുള്ള ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യും. നമ്മള് തുടർച്ചയായിട്ട് അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തീർച്ചയായിട്ടും ഇവിടുന്ന് നല്ല എഴുത്തുകാരൊക്കെ ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ ഇത് വലിയ നല്ല കാര്യമാണ്. കാരണം പുസ്തകങ്ങൾ എഴുതുന്ന ആളുകൾ ഇവിടെ വരികയും അവരുടെ പുസ്തകരചനയെ കുറിച്ചും അതിന്റെ സവിശേഷതകളെ കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അത് തന്നെ ഏറ്റവും വലിയ കാര്യമല്ലേ? അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇതിന് വേറെ ശാഖകളുണ്ടോ? ഇത് അവർ ലൈബ്രറിയുടെ മാത്രമല്ല, അനുബന്ധ സ്ഥാപനങ്ങൾ ഇതിനുണ്ട് ഒരുപാട്. പറഞ്ഞ പോലെ വനിതാവേദി, പിന്നെ ബാലവേദി, അങ്ങനെയുള്ള പിന്നെ ഈ പ്രതിഭാതീരം, അങ്ങനെയുള്ള അനുബന്ധ സ്ഥാപനങ്ങളുമായി കൂടെ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു. വാർഷികാഘോഷമുണ്ട്. നമ്മൾ ഓണത്തിനാണ് നമ്മുടെ വാർഷിക ആഘോഷം നടത്തുന്നത്. 10 ദിവസത്തെ പരിപാടിയാണ് പ്രോഗ്രാം. 10 ദിവസം അത്തം തൊട്ട് തിരുവോണം വരെയാണ് നമ്മുടെ പരിപാടി നടക്കുന്നത്. അത്തം തൊട്ട് തിരുവോണം വരെ 10 ദിവസത്തെ പരിപാടി. അതിനകത്ത് നമ്മള് സാഹിത്യ പുരസ്കാര സമർപ്പണം, അതായത് നമ്മുടെ മൊത്തത്തില് സംസ്ഥാന തലത്തിലുള്ള ഏതെങ്കിലും ഒരു കഥയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കഥയാണ് എടുത്തത് അല്ലെ, കഥയാണ്. അങ്ങനെ ചേഞ്ച് ചെയ്ത് വിടും. അതിന് നമ്മൾ അതിന്റെ ക്യാഷ് പ്രൈസും അതൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള പിന്നെ നമ്മള് വിദ്യാഭ്യാസ അവാർഡ്, നമ്മുടെ KN പ്രേമാനന്ദിന്റെ പിതാവ് NK നാരായണന്റെ സ്മരണാർത്ഥം വിദ്യാഭ്യാസ അവാർഡ്. നമ്മള് +2-നും ഉന്നത വിജയ സ്കോളർഷിപ്പുകള് അല്ല, നമ്മള് കുട്ടികൾക്ക്. പിന്നെ ഉന്നത വിജയം നേടിയ സ്കൂളുകൾക്ക് ഒരു സ്കൂൾ ഉണ്ടാവില്ല, ആ സ്കൂളിന് സ്കോളർഷിപ്പും പിന്നെ കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകൾ നമ്മളെല്ലാം ഈ ഓണത്തോടനുബന്ധിച്ച് കൊടുക്കുന്നതാണ്. അങ്ങനെ ഈ ലൈബ്രറിയന് സാലറി ഉണ്ടോ? ലൈബ്രറിയൻ സാലറി ഉണ്ട്. അത് സർക്കാരാണോ കൊടുക്കുന്നത്? അത് സർക്കാരാണ് കൊടുക്കുന്നത്. ഒരു മാസം ഏകദേശം ഒരു 4000 അല്ലേ, നമ്മൾ കണക്കില് 4200 രൂപ സാലറി ഉണ്ട്. നമുക്ക് പക്ഷേ ഈവനിങ്ങിൽ വന്നാൽ മതിയല്ലോ അല്ലേ? ഇപ്പൊ നമ്മുടെ ടൈം എന്ന് പറയുമ്പോൾ 4 മണി തൊട്ട് 7:30 വരെയാണ് ലൈബ്രറി. അവര് നമ്മളെ നിർദ്ദേശിക്കുന്നത്, കൗൺസില് നമ്മള് സമയം തന്നിരിക്കുന്നത്
4 മണി തൊട്ട് 7:30 വരെയാണ് ലൈബ്രറി പ്രവർത്തിക്കുക. അതാണ്. അങ്ങനെയാണ്. വളരെ നല്ല ഒരു കാര്യമാണ്. ഏതായാലും ഈ 19-ാം തീയതി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ആഘോഷ പരിപാടികളുണ്ടോ? 19-ാം തീയതി നമ്മുടെ വായനാ ദിനം തുടങ്ങിയല്ലേ. നമ്മള് എല്ലാ വർഷവും ഒരാഴ്ച നമ്മള് എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും നമ്മൾ ഒരുപാട് പരിപാടി 19 തൊട്ട് ജൂലൈ വരെ ഉണ്ടല്ലോ, അതിനിടയിൽ നമ്മൾ പരിപാടികൾ ഒരുപാട് നടത്താറുണ്ട്. ഇത്തവണ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇത്തവണ ഉണ്ട് പരിപാടി. നമ്മളിപ്പോ കഴിഞ്ഞ ഓരോ മാസം ഇങ്ങനെ പുസ്തക ചർച്ച നടന്നിട്ടിരിക്കല്ലേ, അപ്പൊ അത് കാരണം ഈ മാസത്തെ പുസ്തക ചർച്ച ഇല്ല. അപ്പൊ ഇതിന് ഈ വായനാ ദിനമായിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടി കൂടി ചർച്ച ചെയ്തുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അപ്പൊ ഞങ്ങള് റേഡിയോ നെയ്തൽ നിന്ന് വരുന്നതാണ്. റേഡിയോയില് ഞങ്ങൾ ഇതേപോലെ ഈ 19-ാം തീയതിയോടനുബന്ധിച്ച ആഴ്ചകളിൽ വായനാ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറ്. ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവന്ന് തുടർച്ചയായിട്ട് ഒരാഴ്ച വായിപ്പിക്കുകയൊക്കെ ചെയ്യും റേഡിയോയിലൂടെ. അവർക്ക് നല്ലൊരു ചാൻസ് അല്ലേ റേഡിയോയിൽ സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇത്തവണ ഒരു ആഴ്ച തുടർച്ചയായിട്ട് ഈ കുട്ടികളെ കൊണ്ട് ഈ പറഞ്ഞ 19 മുതൽ ഒരാഴ്ച കുട്ടികളെ കൊണ്ട് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും കുട്ടികളെ സജസ്റ്റ് ചെയ്യാനുണ്ടോ? നല്ല പോലെ വായിക്കുന്ന കുട്ടികളെ? അല്ല, ഇപ്പൊ പറയണ്ട, ഒന്ന് പറഞ്ഞാലും മതി. പറഞ്ഞാൽ ഞങ്ങൾ ആ കുട്ടികൾക്ക് ചാൻസ് കൊടുക്കാം. 1, 2, 3 കുട്ടികളെ പറയുകയാണെങ്കിൽ അവരെ ഞങ്ങള് ഒരാഴ്ച തുടർച്ചയായിട്ട് റേഡിയോയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കാം. അത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നോക്കട്ടെ, നല്ലൊരു ചാൻസ് ആണ്. കുട്ടികൾ നമ്മുടെ റേഡിയോ ലോകം മുഴുവൻ കേൾക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ഉണ്ട് അതിന്, അതുപോലെ റേഡിയോ ഗാർഡനിലുണ്ട് റേഡിയോ നെയ്തൽ. അപ്പൊ അതുകൊണ്ട് വിദേശത്തു നിന്നൊക്കെ ആൾക്കാർ ഇത് കേൾക്കുകയും ഞങ്ങളെ വിളിക്കുകയും കമന്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ കുട്ടികൾക്ക് ഇതൊരു നല്ല ചാൻസ് ആണ്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഉറപ്പായിട്ട് നമ്മൾ ഒരാള് സെലക്ട് ചെയ്ത് നല്ല കാര്യം. ഓക്കെ, വളരെ സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരു ലൈബ്രറി പ്രത്യേകിച്ചും കടൽ തീരത്ത് പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അതും മീൻപിടുത്തക്കാരെല്ലാം അവർക്ക് കിട്ടുന്ന ഇടവേളകളിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി ഇവിടെ വരികയും പുസ്തകങ്ങൾ എടുക്കുകയും വായിക്കുകയും തിരിച്ചു കൊണ്ടുവരികയും, ഈ പുസ്തകം എടുക്കുക, വായിക്കുക, തിരിച്ചു കൊണ്ടുവരിക, അത് തന്നെ ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്. അത് വല്ലപാടും പുസ്തകം എടുത്ത് വല്ലയിടത്തും കൊണ്ട് ഇടുന്ന ശീലമല്ലല്ലോ. അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ചിലപ്പോൾ 2-3 ദിവസം കൊണ്ട് വായിച്ചുകൊണ്ട് തിരിച്ച് എത്തിക്കും, ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് വായിക്കും, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, അപ്പൊ നല്ല കാര്യമാണ്. അപ്പോൾ അവർ ലൈബ്രറിക്ക് റേഡിയോ നെയ്തലിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കുട്ടികളെ ഞങ്ങൾക്ക് തയ്യാറാക്കി തരിക, ഞങ്ങളത് പ്രയോജനപ്പെടുത്താം. ഇവിടെ എന്തെങ്കിലും റേഡിയോയിലെ ഇത് അക്ഷരവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ വരുമ്പോൾ നിങ്ങളെയും വിളിക്കാം, ആരെങ്കിലും ഒക്കെ അയച്ചു തന്നാൽ മതി. അപ്പൊ നമുക്ക് തുടർന്നും ചേർന്ന് പ്രവർത്തിക്കാം. ഇവിടെയുള്ള മറ്റ് പ്രവർത്തകരോടും ഒക്കെ പറയണം, ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നു. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും. എന്തെങ്കിലും പ്രത്യേകിച്ച് ലൈബ്രറിയന് പറയാനുണ്ടോ? പറയാനില്ല. ഇത് നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ. നടക്കുന്നുണ്ട്, സംതൃപ്തിയുണ്ട് ഇവിടെ വരുന്നതിൽ. വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ? അല്ല. സാർ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നതാണോ? ഞാനും ജോലി ചെയ്യുന്നുണ്ട്. എവിടെയാണ്? അടുത്ത് തന്നെ ജോലിയുള്ള ആളാണ്. ഓക്കെ. ഇവിടെ നല്ല സഹകരണമല്ലേ എല്ലാരും? എല്ലാവരും കുഴപ്പമില്ല. നമുക്ക് വേറൊരു കാര്യം, നമ്മുടെ ഈ പുതിയ തലമുറ നമ്മൾ ഇതിനകത്തോട്ട് വരുന്നില്ല എന്നുള്ള ഒരു ഇതുണ്ട്. പക്ഷെ നമ്മുടെ ഒരുപാട് തലമുറകൾ പുതിയ പിള്ളേരൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഈ പുതിയ തലമുറ നമ്മൾ ഇതിനകത്തോട്ട് വായന, ഈ റീഡിങ്ങുമായി നമ്മുടെ വരുന്നില്ല. പക്ഷെ അന്ന് വെച്ചിട്ട് അവർക്ക് അറിവില്ലായ്മ. അവര് വേറെ തരത്തിൽ നോളജ് ഒത്തിരി ഉണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ കാലത്ത് നമുക്കുണ്ടായിരുന്ന അറിവിനെ ഇരട്ടി അറിവുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ പുസ്തകമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ തലമുറ ഇങ്ങോട്ട് എത്തുന്നില്ല. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും പഴയ പ്രവർത്തകർ ഒരുപാടുണ്ട്. നമുക്ക് പ്രായമായിട്ടുള്ളവരും അല്ലാതെ നമുക്ക് പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നു. 57 വർഷം നമ്മൾ കഴിഞ്ഞു. 57 വർഷം കഴിഞ്ഞു നമ്മുടെ ഈ ലൈബ്രറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു കെട്ടിടമായിരുന്നു, അത് വലുതായി എം ബി ഫണ്ടൊക്കെ കെട്ടി അത് വലുതാക്കി അങ്ങനെയൊക്കെ ചെയ്തെടുത്ത് എ ഗ്രേഡ് ലൈബ്രറി. നമ്മൾ ആദ്യം താഴ്ത്തുന്നേ വരത്തുള്ളൂ, സി ഗ്രേഡ് ഇട്ടേ വരത്തുള്ളൂ. അത് പ്രവർത്തിച്ച് ബുക്കിന്റെ എണ്ണമൊക്കെ കൂട്ടി നമ്മൾ എ ഗ്രേഡായി. ഇനി നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ A+ ഗ്രേഡ് ഉണ്ട്. അതിനകത്ത് ആ ഗ്രേഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് ഇച്ചിരി ഒരു പ്രവർത്തനം മികവ് ഉണ്ടെങ്കിൽ
ബുക്കൊക്കെ ചില്ലിട്ട കൂട്ടിലൊക്കെ വയ്ക്കാം. പൊടി പിടിക്കത്തില്ല ഇപ്പൊ? പൊടി നമ്മളിപ്പോ ക്ലീൻ ചെയ്ത് മെയിൻറ്റെയിൻസ് ചെയ്ത് എല്ലാം നല്ലപോലെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. എല്ലാ ദിവസവും നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വെച്ച് കറക്റ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഇത്രയും കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏതെങ്കിലും തരത്തിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാം. താങ്ക് യു.